കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 4 എപ്പിസോഡ് 8 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 1500 ലൈക്സാണ് ചോദിച്ചിരുന്നത്, പക്ഷേ നിങ്ങളെനിക്ക് 1600 ലൈക്സ് വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താഴത്തെ ആ ഒരു ഹൈ ബട്ടൺ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് അമർത്താൻ മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ആർത്തർ അവിടെ നിന്ന് നടന്നു പോകുമായിരുന്നു. ലൂക്കസിന്റെ അവസ്ഥ അത്യാവശ്യം ദാരുണമായിരുന്നു. ആ സമയത്ത് തന്നെ അവൻ പറയുകയും ചെയ്യും, കുറച്ചധികം നാളുകളായി എല്ലാവരുടെയും മുഖത്ത് ഞാൻ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് പേടിയും വിസ്മയവും ഞെട്ടലും എല്ലാം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ മറന്നുപോയി ഇതെന്തുമാത്രം ലോൺലി ആയിരുന്നു. പെട്ടെന്നായിരുന്നു ആർത്തറിന് ശരീരം വേദനിച്ചിട്ട് അവൻ നേരെ താഴത്തേക്ക് വീഴാനായിട്ട് പോയത്. ഈ ടൈമിൽ തന്നെ സിലു ചോദിക്കുന്നുണ്ട്, പപ്പ ഓക്കെ അല്ലേ? ഈ സമയത്ത് തൻ്റെ അവസാന ജീവനോട് നമ്മുടെ ലൂക്കസ് വിളിക്കുന്നുണ്ട്, ബ്രദർ. അടുത്ത സെക്കൻഡിലാണ് അവരെല്ലാവരും അവിടേക്ക് വന്നത്. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ ആർത്തർ ഞെട്ടിത്തിരിച്ചു പോയി. കാര്യം വലിയൊരു എക്സ്പ്ലോഷനും പുറകിൽ സംഭവിച്ചിട്ടുണ്ട്. കാര്യം 3 ലാൻഡ്സ് അവിടേക്ക് വന്നു കഴിഞ്ഞു. ഈ സമയത്ത് അവിടെ ബെറിയാൻ ലൂക്കസിനെ നോക്കുന്നുണ്ട്. പക്ഷേ ലൂക്കസിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടവന് നന്നായിട്ട് ദേഷ്യം വരികയും ആ ടൈമിൽ തന്നെ ആർത്തർ പറയുന്നുണ്ട്, സിൽവി പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്കൂ. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ സിൽവിയുടെ നേരെ ആ ഒരു വലിയൊരു അറ്റാക്ക് വരികയും ആ ഒരു അറ്റാക്കിൽ തന്നെ നമ്മുടെ ആർത്തർ വീണ് പോകുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട് ദേഷ്യം വന്ന സിൽവി പെട്ടെന്ന് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടേക്ക് പോകുകയും ആർത്തർ പറയുന്നുണ്ട്, സിൽവി നീ അവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല, അവർ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയൊരു ഐസ് ബ്ലോക്ക് വന്ന് നമ്മുടെ സിൽവിനെ കംപ്ലീറ്റ്ലി തന്നെ അവിടെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് മറ്റൊരു ലാൻസ് കുറച്ച് സാധനത്തിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരും സേഫ് ആയുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ആർത്തർ പറഞ്ഞു, കോപ്പ് എനിക്ക് ഫേസ് 2 ഒരു തവണ കൂടെ മാറാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ബെറിനാട്ടെ അവൻ്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, മരണം മാത്രം നിനക്ക് തന്നാൽ പോരാ, നീ അതിലും വേദനിക്കുന്ന എന്തെങ്കിലും അനുഭവിക്കണം. നീ എൻ്റെ ബ്രദറിനോട് എന്തുവാടാ ചെയ്തത്? എന്നിട്ട് അടുത്ത സെക്കൻഡ് അവനൊരു അറ്റാക്ക് ചെയ്തിട്ട് പോയപ്പോൾ മറ്റൊരു ലാൻസ് വന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയും ചെയ്യും, ബെറിയാൻ അടങ്ങി നിൽക്കി, നീ അവനെ ഒന്നും ചെയ്യാൻ പാടില്ല. അടങ്ങി നിൽക്കാനോ? അവൻ്റെ അനിയനെ കൊന്നത് നീ കണ്ടതല്ലേ ഓൾഫ്രഡ്? എന്നിട്ട് ഞാൻ അടങ്ങി നിൽക്കണമെന്നാണ് പറയുന്നത്? നീ എന്താ എനിക്കെതിരെ നിൽക്കാനായിട്ട് പോകുവാണോ? അതെ, അവൻ കൊന്നത് ഞാൻ കണ്ടതാണ്. പക്ഷേ നിന്റെ അന്യനിൽ നിന്ന് ബാക്കിയുള്ളവരെല്ലാവരും രക്ഷിച്ചത് അവൻ തന്നെയാണ്. എനിക്കറിയാം നിന്റെ വേദന എന്തുമാത്രമാണെന്ന്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിന്റെ ടോണ് നീ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ്. പറഞ്ഞു വരുന്നത് ഇവൻ ലൂക്കസിന്റെ കയ്യിൽ നിന്ന് എല്ലാവരും രക്ഷിച്ചെന്നാണോ? നീ എന്നെ ടെസ്റ്റ് ചെയ്യല്ലേ? ഞാൻ നിന്റെ ഈ തമാശക്കൊന്നും നിൽക്കുന്നതല്ലെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ മുന്നിലേക്ക് നടക്കും. അവൻ്റെ അനിയനാണ്. എൻ്റെ കൺമുമ്പിൽ നിന്ന് അവൻ മരിച്ചു പോയതാണ്. അതിനുള്ള പ്രതികാരം ഞാൻ എന്ത് വന്നാലും വീട്ടുമെന്നും പറഞ്ഞവൻ മുന്നോട്ട് നടക്കാൻ നേരത്ത് നമ്മുടെ ഓൾഫ്രഡ് പെട്ടെന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ കുറച്ചധികം ഗോളംസ് വന്ന് അവനെ പിടിച്ച് കെട്ടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഓൾഫ്രഡ് എന്ന് വിളിച്ച് കാറിക്കൊണ്ട് അതിനെ എല്ലാം അവൻ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ ഓൾഫ്രഡ് കുറച്ച് ബാക്കിലേക്ക് പോകും. പെട്ടെന്നായിരുന്നു അവൻ നേരെ അടുത്ത അറ്റാക്ക് അവൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ തന്നെ കൊല്ലുന്നതിൻ്റെ വക്കത്തെത്തി. എന്നാൽ അടുത്ത സെക്കൻഡ് വലിയൊരു എക്സ്പ്ലോഷൻ അവിടെ സംഭവിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ബെറിനായിട്ട് താഴത്ത് മുട്ട് കുത്തിയിരിക്കുന്നതാണ്. അവൻ്റെ ചുറ്റിന് കുറേ അറ്റാക്സ് ഉണ്ടായിരുന്നു. അത് മറ്റൊരു ലാൻസ് ആയിരുന്നു. അവൾ പറയുകയും ചെയ്യും, ബെറിയൻ നീയല്ല ഇവിടെ ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത്, കൗൺസിലായിരിക്കും ഇവൻ്റെ ഭാവിനെ പറ്റി പറയാൻ പോകുന്നത്. ഇവൻ്റെ മാത്രമല്ല ആ ഒരു ഡ്രാഗൻ്റെയും. സോ അത്ര നാൾ നീ ഇതിന് ഇടപെടാൻ പാടില്ല. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവിടെയുള്ള എല്ലാവരും സേഫ്റ്റിയിലേക്ക് എത്തിക്കുന്നതായിരുന്നു. കുറേ പേരൊക്കെ മരിച്ചു പോയിരുന്നു. ഈ സമയത്ത് തന്നെ ആർത്തറിനെ പാച്ചപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ആർത്തർ പതുക്കെ ഒന്ന് എണിക്കാൻ നേരത്ത് ഒരു ലാൻസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് മെഡിക്കൽ അറ്റൻഷൻ എന്തെങ്കിലും വേണോ? കുഴപ്പമൊന്നുമില്ല, എൻ്റെ മാനേജ് ജസ്റ്റ് ഡിഫ്ലക്റ്റ് ആയെന്നേ ഉള്ളൂ. എങ്കിൽ നീ എന്തായാലും തൽക്കാലം ഇത് കയ്യിലിട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയും അവനത് ഇടുന്നുണ്ട്. ആ ടൈമിൽ തന്നെ അവൻ പറയുകയും ചെയ്യും, അല്ല ഇതെനിക്ക് ബ്രേക്ക് ചെയ്യാൻ. പെട്ടെന്നായിരുന്നു അവളൊരു സാധനം എടുത്ത് ആർത്തൻ്റെ നെഞ്ച് തെക്കി വെച്ചത്. അടുത്ത സെക്കൻഡ് തന്നെ ആർത്തന്നെ ഒരു കാര്യം മനസ്സിലായി, അവൻ്റെ ആ ഒരു മാനക്കോറ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നിനക്കെന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലല്ലോ എന്ന് അവൾ ചോദിക്കുന്ന നേരത്ത് ആർത്തർ പറഞ്ഞു ചെയ്യും, അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം ചെയ്തൂടെ, എൻ്റെ ബോണ്ടിനെ ഒന്ന് വെറുതെ വിട്ടൂടെ? അവൾ കുറച്ച് കംഫർട്ട് ആയിക്കോളും. അല്ല ആ ഡ്രാഗൺ നിന്റെ ബോണ്ടാണോ? അതെ. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ സിൽവിനെ അവൾ റിലീസ് ചെയ്യുന്നുണ്ട്. സിൽവി നീ നിന്റെ ഫോക്സ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്ത് തിരിച്ചു വരാൻ നോക്ക്. പപ്പ അത് പിന്നെ
നമുക്ക് എന്തായാലും അവരോട് ഫൈറ്റ് ചെയ്ത് വിജയിക്കാൻ പറ്റുന്നതല്ല. നീ തൽക്കാലം വരാൻ നോക്ക്. ആ ടൈമിൽ തന്നെ അവൾ അവളുടെ പഴയ ഫോമിലേക്ക് മാറി നമ്മുടെ ആർത്തൻ്റെ അടുത്തിലേക്ക് വരുന്നുണ്ട്. പപ്പ നമുക്കിനി എന്ത് പറ്റും? കുഴപ്പമൊന്നുമില്ല സിൽവി, നമ്മളെന്തായാലും ഓക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആർത്തറിനെ പിടിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് നടക്കുന്നതാണ്. ആ ടൈമിൽ തന്നെ ആ ലാൻസ് പറയുകയും ചെയ്യും, നീ എന്തായാലും മേജിക്കിളിൻ്റെ വാതിക്കലേക്ക് വാ, അവിടെ വെച്ചായിരിക്കും നമുക്ക് ഫർദർ ഇൻസ്ട്രക്ഷൻ കിട്ടാൻ പോകുന്നത് കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന്. ഈ സമയത്ത് തന്നെ ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, ഞാൻ കേട്ടു അവനൊരു നോബൽ സ്റ്റുഡൻറ്റിനെ കൊന്നെന്ന്. നോബൽ സ്റ്റുഡൻ്റ് അല്ല, അത് വൈക്കസ് ഫാമിലി ആയിരുന്നു. വൈക്കസ് ഫാമിലിയോ? പക്ഷേ അവനെ ടെററിസ്റ്റ് ഗ്രൂപ്പിലുള്ളതല്ലേ, അതിനർത്ഥം അവൻ നമ്മളെ സഹായിച്ചെന്നല്ലേ. പിന്നെന്തിനാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്? ഈ സമയത്ത് തന്നെ ആർത്തറിന് ഒന്നും മിണ്ടാനില്ലായിരുന്നു. അവനാട്ടെ ഇതെല്ലാം കേട്ടുകൊണ്ട് മുന്നിലേക്ക് നടക്കുവാണ്. പെട്ടെന്നാണ് ഒരു വിളി കേട്ടത്, ആർത്തർ മകനെ. തിരിഞ്ഞു നോക്കാൻ നടത്ത് അവൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ അവൻ ചോദിക്കുകയും ചെയ്യും, അല്ല എനിക്ക് എൻ്റെ ഫാമിലിയായിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അവളാട്ടെ അത് സമ്മതിക്കുകയും ചെയ്യും. ഈ സമയത്ത് ഇവരിനി വീണ്ടും ദേഷ്യപ്പെടും. അവനെല്ലാം ചെയ്തിട്ട് വീണ്ടും സമ്മതിക്കുവാണോ? നീ ഒരു കാര്യം ചെയ്യും, നീ അടങ്ങിക്കേ. ആ പയ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കുന്നുള്ളൂ. നിന്റെ ഇമോഷൻസ് ജഡ്ജ്മെൻറ്റിൽ വരാൻ പാടില്ല പറയാൻ. അങ്ങനെ ആർത്തർ തൻ്റെ അച്ഛനും അമ്മനെ കാണാനായിട്ട് ചെന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും വീണ്ടും വിഷമിപ്പിച്ചല്ലേ, പക്ഷെ പേടിക്കണ്ട കേട്ടോ, ഇത് ചെറിയൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ആർത്തർ, നിന്നെ എന്തിനാണ് അവർ പൂട്ടിയിട്ടിരിക്കുന്നത്? നിനക്കെന്തെങ്കിലും പറ്റുമോ? നീ ഓക്കെ അല്ലേ? ഇത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് അത് കുഴപ്പമൊന്നുമില്ല, അതെന്തായാലും ഇപ്പോൾ റെഡി ആയിക്കോളൂ. അല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ? കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ മകനല്ലേ, ഇത് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ആർത്തർ നേരെ തിരിഞ്ഞ് നടക്കാൻ പോകും. ഇതെല്ലാം കേൾക്കാൻ നേരത്ത് അവൾക്ക് ആലീസിന് നന്നായിട്ട് തന്നെ സങ്കടം വരുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് ലാൻസിന് ആ ഒരു ഇത് കിട്ടിയത്. അതായത് ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് തന്നെ ആൾ വിളിക്കുകയും ചെയ്യും, ആർത്തർ മുന്നിലേക്ക് വരൂ. ആ ടൈമിൽ തന്നെ ആർത്തർ അവിടേക്ക് നടക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആർത്തർ ഒറ്റപ്പെടലിൻ്റെ അങ്ങേ അറ്റത്തായിരുന്നു. അവൻ എന്ത് ചെയ്യണമെന്നില്ല അറിയാമല്ലായിരുന്നു. അങ്ങനെ അവൾ സംസാരിക്കാനായിട്ട് തുടങ്ങി. ഞാൻ ജനറൽ വേരി ഔറേ 6 ലാൻസുകളിൽ ഒരാൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. ആർത്തർ ലെവിൻ, സൺ ഓഫ് റെനോൾഡ് ആൻഡ് ആലീസ് ലെവിൻ. ഈ കൗൺസിലവിടെ ഉത്തരവിടുവാണ്. ആർത്തർ കാണിച്ച വയലൻസ് അത് തെറ്റാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അത് മാത്രമല്ല നിന്റെ മാനാക്കോർ റെസിസ്റ്റ് ചെയ്യാനും നിന്നെ മേജിൽ നിന്നുള്ള പദവിയിൽ നിന്ന് താഴത്തേക്ക് ഇറക്കാനും പിന്നെ ഫർദർ ജഡ്ജ്മെന്റ് വരുന്നവരെ നീ ഒരു തടവുകാരനാകാനും പോകുകയാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ. ഇത് കേൾക്കുന്നിടത്ത് ആർത്തറും ബാക്കിയുള്ളവർ എല്ലാവരും ഞെട്ടിയിരുന്നു. അവനെ തടവുകാരനാക്കാനോ? അവൻ എൻ്റെ മകനാണ്. ഇതിങ്ങനെ വരാൻ പാടില്ല ജനറൽ. ഇതിനെന്തൊരു തെറ്റില്ല. ഈ സമയത്ത് തന്നെ ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട്, അല്ല അവൻ നമ്മളെ രക്ഷിച്ചതല്ലേ, എങ്കിലും അവനത് അറിയിക്കുന്നില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ക്യാതിൽ ഒച്ചയെടുത്തത്, നിനക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ്? അവൻ കാരണമാണ് ഇവിടെ പലരും ജീവനോടെ ഇരിക്കുന്നത്. അവനുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ പലരും രക്ഷപ്പെട്ടത് തന്നെ. നിങ്ങളെല്ലാവരും ലാൻസ് അല്ലേ, എന്നിട്ട് എവിടെ പോയി കിടക്കുമായിരുന്നു? അവനുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ പലരും രക്ഷപ്പെട്ടത്. എൻ്റെ അച്ഛനും അമ്മയും എന്തായാലും ഇതിന് എഗ്രി ചെയ്തെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അതെന്തായാലും തിരിച്ച് ഒന്നുകൂടെ നോക്കണമെന്ന് പറയുന്നിടത്ത് പുള്ളിക്കാരി പറയുകയും ചെയ്യും, കിങ് ആൻഡ് ക്വീൻ ഓഫ് ഗ്ലേഡിയർ വോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ താങ്കളുടെ അച്ഛനും അമ്മയും ഇതിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് ഈ പറയുന്നത്? ആ ഒരു ന്യൂസ് അവളെ അത്രത്തോളം ഞെട്ടിച്ച് കളഞ്ഞു. അതങ്ങനെ വരാൻ വഴിയില്ലെന്ന് പറയുന്നിടത്ത് പെട്ടെന്ന് കർട്ടസ് കയറി ആളെ പിടിക്കുകയും ചെയ്യും. എന്നിട്ട് പറയുകയും ചെയ്യും, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയത്ത് ആർത്തർ മനസ്സിൽ പറയുന്നുണ്ട്, സോ ഡിസിഷൻ 2 കിങ്ഡംസിൻ്റെ റൂളേഴ്സ് ഒരുമിച്ച് എടുത്തതാണ്. സോ ഇനി ലാൻസിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷേ എക്സസീവ് വയലൻസോ അവർ പറയുന്നത് കേട്ടിട്ട് ഞാൻ കാരണമാണ് ഈ ഒരു അറ്റാക്ക് ഉണ്ടായതെന്ന് തോന്നുന്നു. ലാൻസ് വേറെ ഞാൻ എൻ്റെ ഫാമിലിയുടെ ഒരു തവണ കൂടെ ഒന്ന് സംസാരിച്ചോട്ടെ. അവളാട്ടെ അത് സമ്മതിക്കുകയും ചെയ്യും. ഈ സമയത്ത് ആർത്തർ വീണ്ടും എൻ്റെ അച്ഛനവിടേക്കിലേക്ക് വരികയും ചെയ്യും. എന്നിട്ട് പറയുകയും ചെയ്യും, പേടിക്കൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾ സങ്കടപ്പെടുകയും ചെയ്യേണ്ട. ഇതെന്തായാലും ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്, എനിക്കത് ഉറപ്പാണ്. അതെന്തായാലും നമുക്ക് ഉടനെ തന്നെ ക്ലിയർ ചെയ്യാം. ആർത്തർ, നിനക്ക് ഒരു ഐഡിയ ഇല്ലല്ലേ നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി? ബ്രദർ ആ സമയത്ത് എലിയാട്ടെ നന്നായിട്ട് എന്നെ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആളിൻ്റെ തല വെച്ചിട്ട് പറയുകയും ചെയ്യും, നീ പെട്ടെന്ന് വളർന്നു പോയല്ലേ, എനിക്ക് നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തൽക്കാലം കുറച്ച് ദൂരത്തേക്ക് പോകുകയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതെൻ്റെ വാക്കാണ്. ഈ സമയത്ത് തന്നെ റേ പറയുന്നുണ്ട്, ആർത്തർ നീ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, നിനക്ക് എന്തൊക്കെ സംഭവിച്ചാലും നീ എന്തൊക്കെ ചെയ്താലും നീ എൻ്റെ മകനാണ്. നിൻ്റെ ഫാമിലി നിൻ്റെ കൂടെ കാണും. എന്നിട്ട് അവരെല്ലാവരും അവിടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർത്തറിന് ഒന്നും മിണ്ടാതെ അവൻ മുന്നിലേക്ക് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവരെല്ലാവരും എന്തോ വലിയ ചർച്ചയിലായിരുന്നു. ആ ചർച്ച കഴിയാൻ നേരത്തെ തന്നെ ബെറിന് ദേഷ്യം വന്നിട്ട് ആർത്തറിൻ്റെ നേരെ നടക്കുന്നുണ്ട്. എന്നിട്ട് ആർത്തറിനെ നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന അവൻ്റെ അനിയൻ്റെ ആ ഒരു ശവം എടുത്തുകൊണ്ട് അവൻ നേരെ മുകളിലേക്ക് പോകുവാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ ഓൾഫോർഡ് എന്ന് പറഞ്ഞ ആ ഒരു ലാൻസായിട്ട് ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നീ കയറിക്കോ, ഇതെന്തായാലും പൊള്ളത്തില്ല. ആ ടൈമിൽ തന്നെ കയറിയിട്ട് പറയും ചെയ്യും, അല്ലെങ്കിലും ഇത് പൊള്ളിയാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് കഴിയാൻ നേരത്ത് അവരെല്ലാവരും കൂടെ മുകളിലേക്ക് പറക്കുവാണ്.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലാൻസ് ബെറിയനായിട്ട് ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുള്ളതാണ്. ഈ സമയത്ത് തന്നെ അവൻ നന്നായിട്ട് ദേഷ്യമുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലോട്ട് ലൂക്കസിൻ്റെ ആ ഒരു ശവശരീരം ഉണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് അടുത്ത വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട്. ലോർഡ് ബെറിയൻ, താങ്കൾ നേരത്തെ വന്നോ? താങ്കൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ലല്ലോ. അല്ല, താങ്കളെ കയ്യിലിരിക്കുന്നത് എന്താണ്? ആ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിക്കാൻ നോക്ക്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവൻ്റെ അച്ഛൻ പറയുന്നതാണ്, ആ ചെറുക്കൻ അവന് വീടിന് തന്നെ നാണക്കേട് ഉണ്ടാക്കി വെച്ചല്ലേ. എത്ര ടീച്ചേഴ്സിന് ഞാൻ അവന് കൊടുത്തു, എത്ര ബി സ്കോർ കൊടുത്തു, എത്ര എലിക്സേഴ്സ് കൊടുത്തു, എല്ലാം വേസ്റ്റ് ആയില്ലോ. പിന്നെ നിനക്കെത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നിനക്കെത്ര ധൈര്യം ഉണ്ടായിട്ടാണ് അവനുമായിട്ട് നീ ഇവിടേക്ക് വന്നത്? നിനക്കെന്നെ ബോധമില്ലേ? എന്നിട്ട് നേരെ അവനെ തല്ലാനായിട്ട് പോകുന്നുണ്ട്. നിനക്കൊരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞിട്ട് തല്ലാൻ പോകാൻ നേരത്ത് പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയും ചെയ്യും, ഫാദർ, ഒരു കാര്യം ആലോചിച്ചോ, ഞാനും ഒരു ലാൻസ് ആണ്. ആ ലാൻസ്, അതെനിക്ക് ഓർമ്മയുണ്ട്. നീ ലാൻസ് ആയപ്പോൾ തൊട്ട് തന്നെ നിന്റെ അഹങ്കാരം അങ്ങ് പീക്കിലല്ല ഉള്ളത്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, നീ ലാൻസ് ആകാനുള്ള കാര്യം തന്നെ നീ ഒരു വൈക്കസ് ആയതുകൊണ്ട് മാത്രമാണ്. അത് നീ ഒരിക്കലും മറക്കണ്ട. സോ ഇനി പറ, അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്? വിറ്റ്നസ് പറഞ്ഞു വെച്ച് നോക്കാൻ നേരത്ത് ലൂക്കസ് ഡ്രാനിവ് എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സ്കൂളിൽ ഒരു അറ്റാക്ക് ചെയ്യുമായിരുന്നു. അതുമാത്രമല്ല, ഇവനെ കൊന്നവൻ ഒട്ടും തന്നെ ഹെസിറ്റേഷൻ ചെയ്തില്ല. ലൂക്കസിനെ കൊന്നവൻ ബ്രൂട്ടലിയാണ് അവനെ കൊന്നത്. സോ അതാണല്ലേ അവിടെ സംഭവിച്ചിട്ടുള്ളത്. സോ അതിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അഡലിൻ പെട്ടെന്ന് ഒരു പെണ്ണായിട്ട് അവിടേക്ക് കയറി വരുന്നുണ്ട്. യെസ് സാർ. സോ എത്രയും പെട്ടെന്ന് കൗൺസിലിന് ഒരു മെസ്സേജ് അയക്കേണ്ടതാണ്. അതും ഇന്ന് രാത്രി തന്നെ എഴുതിക്കോളൂ. സാർസ് അക്കാഡമിയിലെ ആ ഒരു അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മകൻ ലൂക്കസ് വൈക്കസ്, അവൻ ഡ്രാനിവ് എന്ന് പറഞ്ഞ ആ ഒരു ക്രിമിനലിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടെ മാത്രമാണ് അതെല്ലാം ചെയ്തത്. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ മകൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു കുഞ്ഞു പയ്യനെ എങ്ങനെയാണ് ഇത്രത്തോളം ക്രൂരമുള്ള ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത്? ഇത് അവൻ്റെ മരണം എന്നെ നന്നായിട്ട് തന്നെ അലട്ടുന്നുണ്ട്. എൻ്റെ മകൻ്റെ മരണത്തിന് കാരണമായ എല്ലാവർക്കും ശിക്ഷ നേടിക്കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ഈ സമയത്ത് എനിക്ക് അവിടേക്ക് വരാൻ സാധിക്കുന്നില്ല. കാര്യം എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ആ ഒരു ഫ്യൂണറൽ ഞങ്ങളിവിടെ നടത്താൻ നേരത്ത് തന്നെ ആ ഒരു ഡിസിഷൻ നന്നായിട്ട് തന്നെ കൗൺസിൽ എടുക്കുമെന്ന് വിശ്വസ്തയോടെ ഞാനിത് അവസാനിപ്പിക്കുന്നു. ഇതെന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് കൊടുക്കേണ്ടതാണ്. പിന്നെ ബെറിയൻ, ഇത് ആക്യുറേറ്റ് അല്ലേ? അവൻ പറയുന്നുണ്ട്. അതെ. ആ സമയത്ത് തന്നെ അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഈ ടൈമിൽ തന്നെ അവൻ വീണ്ടും അവിടെ ബുക്ക് വയ്ക്കാനായിട്ട് ഇരിക്കാൻ നേരത്ത് അവൻ ചോദിക്കുന്നുണ്ട്, ഫാദർ, അപ്പോൾ ഫ്യൂണറലോ ഒരു കോപ്പുമില്ല, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുന്നു പറഞ്ഞിട്ട് അവൻ നേരെ അവിടുന്ന് അവനെ പറഞ്ഞു വിടുവാണ്. അങ്ങനെ ദേഷ്യം വന്നിട്ട് ബെറിയനായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ആർത്തറും ബാക്കിയുള്ളവരും കൂടെ അവിടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? അത് അധികം ദൂരമൊന്നുമില്ല അല്ല? ഈ കൈ കെട്ടുന്നത് അത് കുറച്ച് അൺനെസസറി അല്ലേ? എന്തായാലും ഒരു ലാൻസിൻ്റെ കയ്യിൽ നിന്ന് അത് മിഡ് എയറിൽ കൂടെ ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ബ്ലീസ് ഗ്ലൈഡേഴ്സിൻ്റെ മുമ്പിൽ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നീ അവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് എന്തായാലും ട്രബിളിലേക്ക് കൊണ്ടുവരാൻ പോയിട്ടുള്ളൂ. അല്ല, നിങ്ങളൊരു ലാൻസ് അല്ലേ? നിങ്ങൾക്ക് ഇവിടെയുള്ള ബീസിനൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒക്കെ കാണില്ല. അതെ, ഞങ്ങൾ ലാൻസ് തന്നെയാണ്, പക്ഷേ ഞങ്ങൾ മോർട്ടലാണ്. ആ കാര്യം മറക്കണ്ട. അതുമാത്രമല്ല, ഈ ബീസ്റ്റ് ഗ്ലൈഡേഴ്സ് എന്ന് പറഞ്ഞ് കുറേ മിസ്റ്ററിയും സർപ്രൈസും നിറഞ്ഞതാണ്. അവിടെ എന്ത് സംഭവിക്കണമെന്ന് പറയാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് അതായത് ഇട്ടിട്ടുള്ളത്. അല്ല, ഞാനിതെല്ലാം ഒരു പയ്യനോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? പയ്യനോ? അല്ല, ഞാനോർത്തത് ഞാൻ നിങ്ങളുടെ തടവുകാരനാണെന്നാണ്. അല്ല, നിനക്ക് രണ്ടുമാക്കാമല്ലോ. എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു നിന്റെ കൂട്ടുകാരെക്കാട്ടും ഞാനായിരിക്കും നിനക്ക് കുറച്ച് കമ്പനി ഉള്ളതെന്ന്. അത് സത്യമാണ്. ലാൻസ് ബെറിയനും അധികം സംസാരിക്കാറൊന്നുമില്ല. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ പയ്യ, നീ എങ്ങനെയാണ് ഇത്രയും കേപ്പബിളായുള്ള ഒരു മേജായിട്ട്? കേപ്പബിളോ? അപ്പം ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് നീ കണ്ടില്ലേ? ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടില്ല. പക്ഷേ ബെറിയൻ പറഞ്ഞ് അവൻ്റെ അനിയനെ പറ്റി ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ബാക്കിയുള്ള പിള്ളേർ പറയുന്നത് കേൾക്കാൻ നേരത്ത് ഞാൻ കുറച്ച് ക്യൂരിയസ് ആയതാണ്. അത് കൊള്ളാം. ഒരു തടവുകാരനെ പറ്റി ഒരു ലാൻസ് ക്യൂരിയസ് ആകും. നീ തെറ്റ് ചെയ്തില്ലെന്ന് ചിലപ്പോൾ നിന്റെ പോയിന്റിൽ നിന്ന് ശരിയായിരിക്കും. പക്ഷേ കൗൺസിലിൻ്റെ കാര്യം അതങ്ങനെയല്ലല്ലോ. എന്തായാലും നമ്മളിവിടെ സ്ഥലത്തെത്തി കേട്ടോ. പെട്ടെന്ന് തന്നെ അവർ ആ സ്ഥലം കാണിക്കുന്നുണ്ട്. ആർത്തറാട്ടെ ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം അത്രത്തോളം വിസ്മയിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. കാര്യം അതായിരുന്നു കൗൺസിലിൻ്റെ ഫ്ലോട്ടിംഗ് ക്യാസിൽ.